വചനമൊഴി നവംബർ 26. വചനഭാഗം ഹെബ്രായർ 1:1-4, മർക്കോസിന്റെ സുവിശേഷം 12:18-27. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം ഉത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ ഈശോയെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ എഴുതിയിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു. അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. ഏറ്റവും അവസാനം ആ സ്ത്രീയും മരിച്ചു. ഉത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? കാരണം അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. ഈശോ അവരോട് പറഞ്ഞു, ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തതെന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, പ്രത്യുത ജീവിക്കുന്നവരുടെയാണ്. നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനത്തിൽ 2 പ്രാവശ്യം ഈശോ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് തീർത്തും തെറ്റുപറ്റിയിരിക്കുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സദുക്കാരുടെ അറിവിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്രകാരം തെറ്റുപറ്റുന്നതിന് കാരണം ഈശോ പറയുന്നത് വചനത്തെയോ ദൈവത്തിന്റെ ശക്തിയെയോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന്. വചനത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുന്നതിനും വചനാനുസൃതമായ ജീവിതത്തിലൂടെ മിശിഹായെ അനുഗമിക്കുന്നതിനും നമുക്കും പരിശ്രമിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.